ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇന്ന് പന്തക്കുസ്ത തിരുനാളാണ്. ആദ്യമായിട്ട് ഈശോയുടെ ശിഷ്യന്മാരെ സിഹിയോൻ ഊട്ടുശാലയിലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ്. പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാണ്. പരിശുദ്ധ അമ്മ നമുക്ക് മധ്യസ്ഥയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയുടെ പരമഭക്തനായിരുന്നു. മാർപ്പാപ്പയുടെ മുദ്രാവാക്യം തന്നെ തോത്തുസ് തൂസ്, അമ്മേ ഞാൻ പൂർണ്ണമായിട്ട് നിൻ്റേതാണ് എന്നതാണ്. മാർപ്പാപ്പ 14 ചാക്രിക ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. മാർപ്പാപ്പ ഒരുപാട് അപ്പസ്തോലിക ലേഖനങ്ങൾ സഭയ്ക്ക് എഴുതിയിട്ടുണ്ട്. പക്ഷെ മാർപ്പാപ്പ തൻ്റെ ഭരണകാലത്ത് ആരംഭിച്ച ഒരു പുതിയ പാരമ്പര്യമുണ്ട്. മാർപ്പാപ്പ എഴുതുന്ന എല്ലാ ചാക്രിക ലേഖനങ്ങളും അപ്പസ്തോലിക ലേഖനങ്ങളും അവസാനിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയോടുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ്. അതേക്കുറിച്ച് ഒരിക്കലേ പരിശുദ്ധ പിതാവിനോട് ചോദിക്കുകയുണ്ടായി. പരിശുദ്ധ പിതാവ് അതിന് മറുപടിയായിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയാണ് സഭയുടെ സ്വർഗീയ കാവലി. പരിശുദ്ധ അമ്മയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സഭയിലെ നമ്മൾ ചെയ്തു തീർക്കേണ്ട ദൗത്യം എങ്ങനെ ചെയ്തു തീർക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന മാതൃക. അവൾ മാതൃകയാണ്, അവൾ മധ്യസ്ഥയാണ്. ഇന്ന് പരിശുദ്ധ അമ്മയോടൊത്ത് ഈ പന്തക്കുസ്ത നമ്മൾ ആഘോഷിക്കുമ്പോൾ അമ്മ മംഗളവാർത്ത സ്വീകരിച്ച ശേഷം നടത്തിയ മലമ്പ്രദേശത്തു കൂടിയുള്ള യാത്ര എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക്, അതൊരു പ്രേക്ഷിത യാത്രയാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ശിഷ്യന്മാരെ കതക് തുറന്ന് പുറത്തു വന്ന് ഈശോയെ പ്രസംഗിച്ചതുപോലെ മംഗളവാർത്ത സ്വീകരിച്ച മറിയം തിടുക്കത്തിൽ മലമ്പ്രദേശത്തോടുകൂടെ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് യാത്ര ചെയ്യുന്നത് ഒരു പ്രേക്ഷിത യാത്രയാണ്. ഈശോയെ സ്വീകരിച്ച അമ്മ ഈശോയെ കൊടുക്കാനാണ് പോകുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 39 തുടങ്ങി 56 വരെയുള്ള വചനങ്ങൾ വളരെ ഹ്രസ്വമായിട്ട് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ 2 കാര്യങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് നൽകുന്ന പുതുക്കല്, അതിലൂടെ നാം നടത്തുന്ന പുതുക്കല്. 2, നമ്മുടെ പ്രേക്ഷിത യാത്രകൾ എങ്ങനെയായിരിക്കണമെന്ന് അമ്മയുടെ യാത്ര നമ്മളെ പഠിപ്പിക്കുന്നു. മിഷൻ പ്രവർത്തനത്തിൻ്റെ ഒരു കൈപ്പുസ്തകമാണ് അമ്മയുടെ മലമ്പ്രദേശത്തോടു കൂടെയുള്ള യാത്ര, എ മിഷണറി മാനുവൽ. അമ്മ ഈ യാത്രയിലെ എടുത്ത ചില നിലപാടുകളും പറഞ്ഞ ചില വചനങ്ങളും ചെയ്ത ചില ശുശ്രൂഷകളും പ്രേക്ഷിത യാത്രയിലെ പ്രേക്ഷിത പ്രവർത്തനത്തിലെ നമുക്കെല്ലാവർക്കും മാതൃകയാണ് മക്കളെ. ഒന്നാമതായിട്ട് അമ്മ യാത്ര ചെയ്തപ്പോൾ അമ്മയ്ക്ക് തിടുക്കമുണ്ടായിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ അതേക്കുറിച്ച് പറയുന്നത് മേരി ഇൻ ഹേസ്റ്റ്, തിടുക്കമുള്ള മറിയം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് സഭയോട് പറയുന്നത് ഈ കാലഘട്ടത്തിലെ സഭയ്ക്ക് വേണ്ടത് തിടുക്കമാണ്. നമുക്ക് ഇന്ന് തിടുക്കം നഷ്ടപ്പെട്ടൊരു സഭയാണ്. ഈ തിടുക്കം എന്ന പദത്തിന് 3 അർത്ഥങ്ങളുണ്ടെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. 1, ബോധ്യം. പരിശുദ്ധ അമ്മ മംഗളവാർത്തയിലെ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചപ്പോൾ മാലാഖ മറിയത്തോട് പറഞ്ഞ വാക്കുകൾ മറിയത്തിന് നടത്തിയ ഒരു ഉൾബോധ്യമുണ്ട്. എന്താണെന്നറിയാമോ? താൻ ദൈവത്തിൻ്റെ കൈകളിലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താലെ ഒരു ഉപകരണമായിട്ട് മാറുകയാണ്. ഈ ആത്മബോധമുണ്ടല്ലോ,
എൻ്റെ ക്രൈസ്തവ വിശ്വാസം ഏറ്റവും വിലപ്പെട്ട നിധിയാണെന്നും അത് എനിക്ക് നൽകുന്ന ഉത്തരവാദിത്വം ഏറ്റവും മഹത്വപൂർണമാണെന്നുള്ള തിരിച്ചറിവ്. ഇതാണ് ഈ ആത്മബോധം, കൺവിക്ഷൻ. 2, ഈ ആത്മബോധത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഒരു ആവേശമുണ്ട് മക്കളെ. മിഷൻ പ്രവർത്തനത്തിന് ആവശ്യമാകേണ്ട മറ്റൊരു വലിയ ഗുണമാണ് നമുക്കൊരു ആവേശം ഉണ്ടാകണം. ഞാൻ ഈ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു വലിയ പ്രത്യേകത പറഞ്ഞു. അവർക്ക് കിട്ടിയ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ അനുഭവം അവരിൽ ആവേശമായിട്ട് മാറിയതാണ് അവരുടെ ജ്വലനത്തിൻ്റെ കാരണം. വെളിപാടിൻ്റെ പുസ്തകത്തിലെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു വചനം ഞാൻ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. 3-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ വചനം. നിനക്ക് ചൂടോ നിനക്ക് തണുപ്പോ രണ്ടുമില്ല, നീ മന്നോഷ്ഠനാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ഞാനും നിങ്ങളും എന്തുകൊണ്ട് മിഷണറിമാരാകുന്നില്ല എന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വചനം. നിന്നെ ഞാൻ തുപ്പിക്കളയും, നിനക്ക് ചൂടുമില്ല, നിനക്ക് തണുപ്പുമില്ല, നീ മന്നോഷ്ഠനാണ്, നീ ഒരു ഉറക്കം തൂങ്ങിയാണ്. പെന്തക്കോസ്ത് നമുക്ക് നൽകേണ്ട വലിയൊരു കൃപയാണ് ആത്മബോധം. 2, ആവേശം. 3-ാമതായിട്ട് അത് നമുക്ക് നൽകുന്ന വലിയൊരു കൃപയാണ് ആത്മസമർപ്പണം. മറിയം മാലാഖയോട് എന്താ പറഞ്ഞെന്നറിയാമോ? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ആത്മസമർപ്പണമാണ് മക്കളെ. പൂർണ്ണമായിട്ട് അതിലെ ഞാൻ എന്നെ തന്നെ കർത്താവിൻ്റെ കൈകളിലേക്ക് ഉപകരണമായിട്ട് കൊടുക്കുന്നു. അതുകൊണ്ട് മറിയത്തിൻ്റെ തിടുക്കം സഭയ്ക്കുണ്ടാകാൻ, നമുക്കുണ്ടാകാൻ, നമ്മുടെ പ്രവർത്തനങ്ങൾക്കുണ്ടാകാൻ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. 2-ാമതായിട്ട് മറിയം മലമ്പ്രദേശത്തോടു കൂടെ യാത്ര ചെയ്തു. മനോഹരമായിട്ടുള്ളൊരു പ്രയോഗമാണ്. മലമ്പ്രദേശത്തോടുകൂടെ യാത്ര ചെയ്തു. മലമ്പ്രദേശം ചില പ്രതീകങ്ങളാണ് മക്കളെ. അർത്ഥ സമ്പുഷ്ടമായിട്ടുള്ള ചില പ്രതീകങ്ങൾ. കർത്താവ് താബോർ മലയിലെ മറുരൂപപ്പെട്ടു. എപ്പോഴാണ് അവിടുന്ന് മറുരൂപപ്പെട്ടത്? അവിടുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ. അവിടുന്ന് ഒലിവ് മലയിലെ രക്തം ഉയർത്തു. എപ്പോഴാ? അവിടുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴ്. മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 1 തുടങ്ങിയുള്ള വചനങ്ങൾ പ്രകാരമാണ് മലയിലെ പ്രസംഗം ആരംഭിക്കുന്നത്. അവൻ സമതലങ്ങളെ വിട്ട് മലമ്പ്രദേശത്തേക്ക് കയറി. എന്നിട്ട് അവൻ അവരോട് പറഞ്ഞു, അഷ്ടസൗഭാഗ്യങ്ങള്, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാരെ, കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാരെ, മറ്റുള്ളവരാലെ അപമാനിക്കപ്പെടുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാരെ. സ്നേഹമുള്ളവരെ, മലമ്പ്രദേശം കാൽവരിയാണ്. പരിശുദ്ധ അമ്മ എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയം എലിസബത്തിനെ കണ്ടപ്പോ അവിടെ സന്തോഷത്തിന്റെ ഒരു വലിയ അഗ്നിസ്ഫുലങ്കം ഉണ്ടായി. മറിയം കരങ്ങൾ നീട്ടി എലിസബത്തിനെ സ്വീകരിച്ചു. എലിസബത്ത് മറിയത്തെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചു. പ്രായാധിക്യത്തിലെ ഇളയമ്മ ഗർഭവതിയായിരിക്കുന്നതാ. വന്ധ്യയാണെന്ന് വിശ്വസിച്ച അവൾക്ക് ദൈവം വാർദ്ധക്യകാലത്ത് കുഞ്ഞിനെ കൊടുത്തിരിക്കുക. ഈ അഭിവാദനവും ഈ അഭിനന്ദനങ്ങളും ഒരുപക്ഷെ പന്തക്കുസ്തായുടെ അഭിഷേകമാണ്. എന്താ എലിസബത്ത് മറിയത്തോട് പറഞ്ഞെന്നറിയാമോ? ഒരു മിഷണറിക്ക് വേണ്ട കാര്യങ്ങളാണ് എലിസബത്ത് മറിയത്തോട് പറഞ്ഞത്. വിശ്വസിച്ച നീ ഭാഗ്യവതി. നീ ഇവിടെ വന്നപ്പോഴ് എൻ്റെ ഉദരത്തിലെ ശിശു നിന്റെ ഉദരത്തിലെ കുഞ്ഞിനെ കണ്ടിട്ട് ആനന്ദ നൃത്തം ചെയ്തു. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്.
സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മിഷണറിക്ക് വേണ്ട ആധ്യാത്മികമായിട്ടുള്ള അഭിഷേകത്തെക്കുറിച്ചാണ് എലിസബത്ത് മറിയത്തോട് പറഞ്ഞത്. നീ വിശ്വസിച്ചവളാണ്. നിന്റെ ഹൃദയത്തിലും ഉദരത്തിലും ആത്മാവുണ്ട്, ഈശോയുണ്ട്. അത് എന്നെ സ്പർശിച്ചു. എൻ്റെ ഉദരത്തിലെ കുഞ്ഞ് ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. ഞാൻ പലപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. മറിയത്തിൻ്റെ സാന്നിധ്യം എലിസബത്തിന് നൽകിയ അഭിഷേകം, എലിസബത്തിൻ്റെ കുഞ്ഞിന് നൽകിയ ആനന്ദം, ഞാനും നിങ്ങളും കടന്നു ചെല്ലുന്ന ഇടത്തൊക്കെ ഉണ്ടാകേണ്ട ഒരു അഭിഷേകമാണ് മക്കളെ ഇത്. ഈ അഭിഷേകം നമ്മിൽ ഉണ്ടാകണമെങ്കിൽ നമ്മിൽ ഈശോ ഉണ്ടാകണം, നമ്മിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം, നമ്മൾ വിശ്വസിക്കുന്നവരായിരിക്കണം, വിശ്വാസം സാക്ഷ്യപ്പെടുത്തുന്നവരായിരിക്കണം. പ്രസംഗിക്കാനൊക്കെ വളരെ വളരെ എളുപ്പമാണ് മക്കളെ. പ്രസംഗിക്കുന്ന പോലെ ജീവിക്കുന്നവർ ഉള്ളിടത്ത് മാത്രമേ സുവിശേഷം ഫലം ചൂടുള്ളൂ. നമ്മൾ പലപ്പോഴും പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ പ്രയോജനം ഉണ്ടാക്കുന്നില്ല. കാരണം അത് മുഴങ്ങുന്ന കൈത്താളവും ചിലമ്പുന്ന ചങ്ങലയുമാണ്. നമ്മുടെ ആധികാരികത, മറിയത്തിൻ്റെ ആധികാരികത, മറിയം എലിസബത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടായ അഗ്നിസ്ഫുലിംഗത്തിലെ ആധികാരികതയുണ്ട്. വിശ്വസിച്ചവള്, ആത്മാവിനെ നിറഞ്ഞവള്, ഈശോയെ കൊണ്ടുവന്നവള്. നാലാമതായിട്ട് മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ്. സ്നേഹമുള്ളവരെ, മറിയം പറഞ്ഞ വാക്കുകൾ അപഗ്രഥിക്കുകയാണെങ്കിൽ ഈ ദിവസം മുഴുവൻ തീരില്ല. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു. ഞാൻ ഒരു സത്യം നിങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുക. മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നതുണ്ടല്ലോ, അത് ഔദാര്യമൊന്നുമല്ല. ചാൾസ് ഡി ഫുക്കോ എന്ന് പറയുന്ന വളരെ വിശുദ്ധനായ ഒരു താപസനുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു പ്രയോഗമുണ്ട്. വാട്ട് ഐ ഹാവ് ഇസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ് ആൻഡ് വാട്ട് ഐ ബിക്കം ഇസ് എ ഗിഫ്റ്റ് ബാക്ക് ടു ഗോഡ്. വാട്ട് ഐ ഹാവ് ഇസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ് ആൻഡ് വാട്ട് ഐ ബിക്കം ഇസ് എ ഗിഫ്റ്റ് ബാക്ക് ഗോഡ്. മറിയത്തിന്റെ സ്തോത്രഗീതത്തിലെ താളലയങ്ങൾ മുഴുവൻ, അതിൻ്റെ പിച്ച് മുഴുവൻ എന്താണ്? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു. എൻ്റെ ഹൃദയം അതുകൊണ്ട് ആനന്ദം കൊണ്ട് കുതിക്കുന്നു. എൻ്റെ ഹൃദയം കർത്താവിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് നന്ദി പറയാൻ വാക്കുകളില്ലാതെ കുഴങ്ങുന്നു. മിനിസ്ട്രി ഇസ് എ മിനിസ്ട്രി ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഒരു വൈദികൻ അവൻ്റെ ജീവിതം മുഴുവൻ കർത്താവിൻ്റെ സ്തുതിഗീതമാക്കി മാറ്റണം. പള്ളിയിൽ കുർബാന ചെല്ലുന്ന സമയത്ത് മാത്രമല്ല, അവനായിരിക്കുന്നിടത്തൊക്കെ തന്നെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് സ്തുതിഗീതങ്ങൾ ഉയരണം. ലൂക്കായുടെ സുവിശേഷത്തിലെ 8-ാമത്തെ അധ്യായത്തിലെ 39-ാമത്തെ വചനമുണ്ട്. ഗദറായുടെ നാട്ടിലെ കർത്താവ് സുഖപ്പെടുത്തിയ പിശാചുബാധൻ, മഹാക്കുഴപ്പം പിടിച്ച ഒരു ഭ്രാന്തൻ, അവൻ സുഖപ്പെട്ട് കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ അടുക്ക വന്നിട്ട് ചോദിച്ചു, മേ ഐ കം വിത്ത് യു, മേ ഐ അക്കമ്പനി യു, ഞാൻ നിന്റെ കൂടെ വന്നോട്ടെ. കർത്താവ് എന്താ മറുപടി പറഞ്ഞെന്നറിയാമോ? ഇല്ല, ഗോ ഹോം ആൻഡ് ടെൽ എവരിബഡി വാട്ട് ഗോഡ് ഹാസ് ഡൺ. നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുക. നിനക്ക് ദൈവം ചെയ്തിട്ടുള്ള വലിയ കാര്യങ്ങൾ നീ എല്ലാവരോടും പറയുക. സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ സ്തോത്രഗീതമായിട്ട് ആലപിക്കുന്നതാണ് മക്കളെ. നമുക്കത് കഴിയണം. എനിക്ക് തമ്പുരാൻ ചെയ്തിട്ടുള്ള നന്മകൾക്കുള്ള കടപ്പാട്, എൻ്റെ തമ്പുരാൻ എന്നെ കാത്തു സൂക്ഷിച്ചതുള്ള കൃതജ്ഞത, എനിക്ക് നൽകിയ ആരോഗ്യം, എനിക്ക് നൽകിയ ബുദ്ധി, എനിക്ക് നൽകിയ കഴിവ്, എനിക്ക് നൽകിയ സമ്പത്ത്, ഇതെല്ലാം തമ്പുരാന് വേണ്ടി ചെലവഴിക്കാൻ നമ്മൾ നടത്തുന്ന ഒരു ആനന്ദ നൃത്തമുണ്ടല്ലോ, അതാണ് പ്രേക്ഷിത പ്രവർത്തനം. അതാണ് മറിയം ചെയ്തത്. അവസാനമായിട്ട് മറിയം
എലിസബത്തിൻ്റെ വീട്ടിൽ 3 മാസം താമസിച്ച് അവൾക്ക് ശുശ്രൂഷ ചെയ്തു. ഷീ മിനിസ്റ്റേർഡ് എലിസബത്ത് റിസൈഡിങ് അറ്റ് ഹർ ഹോം ഫോർ 3 months. അതായത് മറിയം മംഗളവാർത്ത സ്വീകരിക്കുന്നത് എലിസബത്തിന് ഗർഭധാരണം കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ടാണ്. അതാണ് 6-ാം മാസം. അവൾ താമസിക്കുന്നത് 3 മാസമാണ്. 6 + 3 9. അതായത് സ്നാപയോഹന്നാന്റെ ജനനം വരെ അവള് എലിസബത്തിന് ശുശ്രൂഷ ചെയ്തു, മിനിസ്റ്റേർഡ്. എൻ്റെ പ്രിയമുള്ളവര്, മിനിസ്ട്രി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ജോലി ചെയ്യാന്നല്ല, അല്ല, വരദാനങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ശുശ്രൂഷകൾക്കുള്ള പേരാണ് മിനിസ്ട്രി. എനിക്കറിവുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് വിവേകമുണ്ട്, എനിക്ക് ഭാഷാപരമുണ്ട്, എനിക്ക് രോഗശാന്തി പരമുണ്ട്. ഈ വരദാനങ്ങള് കർത്താവിൻ്റെ സഭ ആളുകളിലെ പ്രസവിക്കുന്നത് വരെ ഞാൻ നടത്തുന്ന ശുശ്രൂഷകളുണ്ടല്ലോ മക്കളെ, ആ ശുശ്രൂഷകളാണ് മറിയം ചെയ്തത്. എലിസബത്ത് യോഹന്നാനെ പ്രസവിച്ച് കഴിഞ്ഞ് യോഹന്നാനെ കണ്ട ശേഷമാണ് അമ്മ വീട്ടിലേക്ക് മടങ്ങിയത്. എൻ്റെയും നിങ്ങളുടെയും ശുശ്രൂഷകൾ ഞാൻ ചിലപ്പോഴൊക്കെ മാതാപിതാക്കളോട് പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ മക്കളെ വളർത്തുന്നതിന് നിങ്ങൾ ഉപയോഗിക്കേണ്ട നാണയങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാണ്. നമ്മുടെ തൊഴിലിലെ, നമ്മുടെ പ്രൊഫഷനിലെ, നമ്മുടെ ജനങ്ങളുമായിട്ടുള്ള ആത്മബന്ധങ്ങളിലെ, നമ്മുടെ സൗഹൃദങ്ങളിലെ, നമ്മുടെ കൂട്ടായ്മകളിലെ നമുക്ക് പലപ്പോഴും അറിവുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ദാനമാകുന്നത് തിരിച്ചറിവ് വരുമ്പോഴാണ്. നമുക്ക് നല്ല ബുദ്ധിയുണ്ട്. ആ ബുദ്ധിയിൽ പരിശുദ്ധാത്മാവ് അടയിരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് വിവേകം. നമുക്ക് നല്ല ആരോഗ്യമുണ്ട്. ആ ആരോഗ്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുമ്പോൾ വരുന്നതാണ് ആത്മസംയമനം. എനിക്ക് സൗന്ദര്യമുണ്ട്. എൻ്റെ സൗന്ദര്യത്തിൽ ജഡികമോഹങ്ങളില്ലാതെ അത് കളങ്കമറ്റതായി ഞാൻ സൂക്ഷിക്കുമ്പോൾ അതിലുണ്ടാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് ശുദ്ധത. ഭാഷാവരങ്ങൾ, സൗഖ്യത്തിൻ്റെ വരങ്ങൾ. ഇന്ന് കത്തോലിക്കരായിട്ടുള്ള നമുക്ക് അച്ഛന്മാർക്കും സമർപ്പിതർക്കും എല്ലാവർക്കുള്ളൊരു കുഴപ്പം എന്താണെന്നറിയാമോ? നമുക്ക് വരദാനങ്ങൾ ഉപയോഗിച്ച് സുവിശേഷ പ്രസംഗം നടത്താനും പ്രേക്ഷിത പ്രവർത്തനം നടത്താനും അറിയില്ല. നമുക്ക് വരദാനങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. മറിയം എലിസബത്തിൻ്റെ കൂടെ താമസിച്ച് 3 മാസം അവൾക്ക് ശുശ്രൂഷ ചെയ്തു. പന്തക്കുസ്ത അവസാനിക്കുമ്പോൾ മറിയം നമുക്ക് നൽകിയ മാതൃക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാം. നമുക്കൊരു തിടുക്കമുണ്ടാകട്ടെ മക്കളെ. ആത്മബോധവും ആത്മസമർപ്പണവും ആവേശവും. നമുക്ക് മലമ്പ്രദേശങ്ങളുണ്ടാകട്ടെ. പ്രാർത്ഥനയുടെ, പരിത്യാഗത്തിൻ്റെ, പ്രായശ്ചിത്തത്തിൻ്റെ, ജീവിതത്തിലെ സൗകര്യങ്ങളുടെ കുറവിൽ ജീവിക്കുമ്പോൾ, ആർഭാടങ്ങൾ ഉപേക്ഷിച്ച് ജീവിക്കുമ്പോൾ നമുക്കൊരു മലമ്പ്രദേശം ഉണ്ടാകട്ടെ. നമുക്ക് എലിസബത്തിൻ്റെ വീട്ടിൽ അഭിവാദനം ചെയ്തപ്പോൾ, ആശംസിച്ചപ്പോൾ ഉണ്ടായ ഹൃദയ സന്തോഷം ഉണ്ടാകട്ടെ. എലിസബത്ത് പറഞ്ഞില്ലേ, നീ വിശ്വസിച്ചവളാണ്, നീ ഭാഗ്യവതിയാണ്, കർത്താവിൻ്റെ അമ്മയാണ് നീ. എന്നാലേ നമുക്ക് കർത്താവിൻ്റെ ശുശ്രൂഷകൾ വരദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പഠിക്കാം. മറിയത്തെ പോലെ നമ്മുടെ ജീവിതം മുഴുവൻ സ്തോത്രഗീതമാക്കി നമുക്ക് മാറ്റാം. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു മിഷണറി റീകമ്മിറ്റ്മെൻ്റ് ഉണ്ടാകട്ടെ. സുവിശേഷവൽക്കരണത്തിൻ്റെ ഒരു പുതിയ പുനർസമർപ്പണം, ഒരു പുതിയ ആത്മസമർപ്പണം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ചെറിയ ആരാധനയോടുകൂടെ, അഭിഷേക പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന അതേ സ്ഥലങ്ങളിൽ സാധിക്കുമെങ്കിൽ മുട്ടുകുത്തി, ഇരുന്നാണെങ്കിൽ ഇരുന്ന്, നിങ്ങളായിരിക്കുന്ന കംഫർട്ടബിൾ പൊസിഷൻ എടുത്തുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേലുണ്ടാകാൻ
പുതിയൊരു ജനനം, പുതിയൊരു ശക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ, ഞങ്ങളിൽ നിറയ്ക്കണമേ. പുതിയൊരു ജനനം, പുതിയൊരു ശക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ, ഞങ്ങളിൽ നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവേ, യേശുവിൻ ആത്മാവേ, പാവനാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ദൈവത്തിൻ്റെ ആത്മാവേ, യേശുവിൻ ആത്മാവേ, പാവനാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ഈശോയിലെ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, അഭിഷേക പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമെന്ന വരം നിങ്ങളിൽ നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ബുദ്ധി എന്ന ദാനം നമ്മിൽ നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വിവേകമെന്ന ദാനം നമ്മിൽ നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മശക്തി കൊണ്ട് ബലപ്പെടാൻ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആത്മാവ് നൽകുന്ന ഭക്തി കൊണ്ട് നമ്മൾ നിറയട്ടെ. ദൈവഭയം കൊണ്ട് നമ്മൾ സമ്പന്നരാകട്ടെ. തിരിച്ചറിവ് കൊണ്ട് നമ്മൾ ശക്തരാകട്ടെ. സന്തോഷവും ആനന്ദവും നമ്മുടെ കുടുംബങ്ങൾക്കുണ്ടാകട്ടെ. ഐക്യവും ഐശ്വര്യവും നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകട്ടെ. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ സൗഖ്യമായിട്ട്, അഭിഷേകമായിട്ട്, ജ്വലനമായിട്ട്, ഭാഷാപരമായിട്ട്, പ്രവചനപരമായിട്ട്, പ്രഘോഷണപരമായിട്ട് നമ്മുടെ മേൽ നിറയട്ടെ. നമ്മിൽ നിന്ന് മന്നോഷ്ണത എടുത്തു മാറ്റട്ടെ. ലജ്ജയിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിക്കട്ടെ. ശുദ്ധിയിൽ ജീവിക്കാൻ, പ്രാർത്ഥനയിൽ ആഴപ്പെടാൻ, തപക്രിയകളിലും തപസ്സിലും പ്രായശ്ചിത്തത്തിലുമൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ നിയോഗത്തിൽ ജീവിക്കാൻ, കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ, കർത്താവ് വിഭജനത്തിൻ്റെ ദുഷ്ടാരൂപിയെ നമ്മിൽ നിന്ന് എടുത്തു മാറ്റാൻ, അനൈക്യത്തിൻ്റെ തിന്മയിൽ നിന്ന് നമ്മെ വിമോചിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. രോഗശാന്തി ആഗ്രഹിക്കുന്നവർക്ക് കർത്താവ് നൽകട്ടെ. നിങ്ങളുടെ സാമ്പത്തിക ക്ലേശങ്ങൾ കർത്താവ് അറിഞ്ഞ് അവിടുത്തെ ഇഷ്ടം നിങ്ങൾ നിറവേറ്റട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിൽ മക്കൾക്ക് വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കാൻ കർത്താവ് ആത്മാവിനെ അയക്കട്ടെ. മാലാഖമാരെ കാവലാക്കട്ടെ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകാൻ, പ്രേക്ഷിത പ്രവർത്തനത്തിന് പോകാൻ വിളിയുള്ളവർക്ക് അതിനുവേണ്ട ബോധ്യം നൽകാൻ, ആത്മസമർപ്പണം നൽകാൻ കർത്താവ് കാരണമാകട്ടെ. കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുധരേ നിർമ്മലനായി ജീവി
ചിന്തനായി ദിവ്യവചനങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ നമ്മളെ കരം പിടിച്ച് വഴി നടത്താൻ അമ്മയോട് ചേർന്ന് നമുക്ക് പുതിയ പന്തക്കുസ്ത ആഘോഷിക്കാം. നിത്യസഹായമാതേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിന്മക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്ക സ്നേഹനാദേ. നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നിതാ കേഴുന്നമ്മേ. കേൾക്കണേ രോദനങ്ങൾ, നൽകണേ നൽവരങ്ങൾ, നിന്ദ്യുവ്യ സൂനുവിങ്കൽ ചേർക്കണേ മക്കളെ നീ.